ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു നല്ല പുതുവത്സരാശംസകളൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിനെയാണ് കേട്ടോ. അപ്പൊ രേവതി വിഷമിച്ച് കരഞ്ഞു നിൽക്കുകയാണ്. വല്ലാത്ത സങ്കടം തന്നെയാണ് രേവതിക്കുള്ളത്. ഒരിക്കലും രേവതിക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യമാണ് നമ്മുടെ ചന്ദ്ര പറഞ്ഞിരിക്കുന്നത്. അതും തൻ്റെ അച്ഛനെ കുറിച്ച്, മരിച്ചുപോയ അച്ഛനെ കുറിച്ച് പറയുന്നത് ഒരിക്കലും നമ്മുടെ രേവതി സഹിക്കില്ല. രേവതി തന്റെ മനപ്രയാസങ്ങളൊന്നും വേറെ ആരോടും പറയാതെ നേരെ വെച്ചു പിടിക്കുന്നത് അമ്പലത്തിലേക്കാണ് കേട്ടോ. അപ്പൊ അമ്പലത്തിൽ ചെന്ന് തന്റെ ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ച് തന്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് ആശ്വാസം കണ്ടെത്താം, കുറച്ച് സമാധാനം കണ്ടെത്താം എന്ന് പറഞ്ഞാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഏതായാലും നേരെ അമ്പലത്തിലേക്ക് പോവുക. അമ്പലത്തിലേക്ക് വെച്ചു പിടിച്ചു. വേറെ ഒന്നും നമ്മുടെ രേവതി ശ്രദ്ധിക്കുന്നില്ല. അമ്പലത്തിന്റെ തൊട്ടു ഫ്രണ്ടിലായിട്ട് ലക്ഷ്മിയും ദേവുവും മാല കോർത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ രേവതി വരുന്നത് കണ്ടപ്പോഴത്തേക്കും തന്നെ അത് രേവതി മോളല്ലേ എന്ന് ഇങ്ങനെ ലക്ഷ്മി പറഞ്ഞു. അപ്പൊ അതെ ചേച്ചിയാന്ന് പറഞ്ഞു. ഇതെന്താ രാവിലെ എന്നല്ല, ഇതെന്താ ഇങ്ങനെ വരുന്നതെന്നൊക്കെ, ഇവരിങ്ങോട്ടാ വരുന്നതെന്നൊക്കെ ഓർത്ത് പ്രതീക്ഷിച്ചിരിക്കുമ്പം രേവതി ഇവരെ പോലും മൈൻഡ് ചെയ്യാതെ നേരെ അമ്പലത്തിനകത്തേക്ക് കയറി പോവുകയാണ്. പെട്ടെന്ന് നമ്മുടെ ദേവു, ഇതെന്താമ്മേ ചേച്ചി വിളിച്ചിട്ട് പോലും നിൽക്കാത്തത്, എന്തോ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതേ മോളെ എന്തോ ഉണ്ട്, എന്തോ പ്രശ്നമുണ്ട് എൻ്റെ മോക്ക്, നമുക്ക് പോയി ചോദിക്കാന്നും പറഞ്ഞ് നേരെ ഇവരും അമ്പലത്തിനകത്തേക്ക് കയറി. രേവതി മോളെ നിൽക്കേ, രേവതി എന്താ നിനക്ക് പറ്റിയത് എന്ന് ചോദിച്ചപ്പം രേവതി കേട്ട ഭാവം പോലും കൊടുക്കാതെ നേരെ അമ്പലത്തിനകത്ത് ചെന്ന് അവിടെ ഇരുന്ന കുറച്ച് വെള്ളമൊഴിച്ച് തലയിൽ കൂടി ഇങ്ങനെ ഒഴിക്കുകയാണ്. ആ തീർത്ഥം എടുത്ത് തലയിൽ ഒഴിച്ചിട്ട് നമ്മുടെ രേവതി പിന്നെയും വിളിച്ചു. ദേവു വിളിച്ചു, ചേച്ചി നിക്ക് ചേച്ചി, എന്താ ചേച്ചിക്ക് പറ്റിയത്, എന്താ ഒന്ന് തുറന്ന് പറയാൻ പറഞ്ഞു. ഏതായാലും രേവതിയുടെ അടുത്ത് ചെന്നപ്പോൾ രേവതി നേരെ അവിടെ കിടന്ന് നേരെ അമ്പലത്തിൽ പ്രദക്ഷിണം വെക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ വിളിച്ചിട്ടോ ഒന്നും യാതൊരു പ്രതികരണവും ഇല്ല. എൻ്റെ ഈശ്വര, എൻ്റെ മോൾക്ക് ഇത് എന്താ പറ്റിയതെന്ന് എനിക്ക് അറിയില്ലല്ലോ. എൻ്റെ കുഞ്ഞിന് ഒന്ന് മാറി സങ്കടങ്ങളും ദുരിതങ്ങളും മാത്രമല്ലേ ഈശ്വര കൊടുക്കുന്നുള്ളൂ. ഇതെന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ദേവു അല്ല ലക്ഷ്മി ഭയങ്കര കരച്ചില്. ദേവു പറയുന്നുണ്ട്, അമ്മ സമാധാനമായിട്ടിരിക്കും. പക്ഷെ ഇന്ന് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ വേറൊരു പ്രശ്നവും നടന്നിട്ടില്ല. സച്ചേട്ടനും രേവതി ചേച്ചിയും നല്ല ഇതിൽ തന്നെ ആയിരുന്നു. ചേച്ചി എന്നോട് എല്ലാ കാര്യങ്ങളും ഒക്കെ പറഞ്ഞതാമേ. പിന്നെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും അമ്മ പറഞ്ഞതായിരിക്കും. സച്ചേട്ടന്റെ അമ്മ എന്തോ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ സച്ചേട്ടനുമായിട്ട് വഴക്കുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, എങ്ങനെ അറിയാം, അവർ കണ്ണിൽ നോക്കിയാൽ ഏത് നേരവും അടിയും വഴക്കും തന്നെയാ. അവന് കുറച്ചു നേരം എൻ്റെ മോളെ സ്നേഹിച്ചു തുടങ്ങിയാൽ പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ അടിയല്ലേ. അതുപോലെ എന്തെങ്കിലും ഒന്നും രണ്ടും പറഞ്ഞു ചേരാതെ വന്നതായിരിക്കുമോ. അവൾക്ക് ഇത്ര വിഷമം വരാതെ ഇവിടെ വന്ന് അവൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയോ ശയനപ്രദക്ഷിണോ ഒന്നും ചെയ്യില്ല. കാരണം ഇത്രയും നാൾ ഈ അമ്പലത്തിൽ കളിച്ചു വളർന്ന കുട്ടിയാ, ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെയൊന്നും, ഇത് എന്താണെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിച്ചു വിറച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടെ ശാന്തി വന്നിട്ട് എന്തു പറ്റി ഈ ലക്ഷ്മി ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുമ്പം അതേ രേവതി ശയനപ്രദക്ഷിണം വെക്കുക. അതിനിപ്പോ എന്താ ശയനപ്രദക്ഷിണം വെക്കുന്നതിന്, രേവതി മോൾ എപ്പോഴാ വന്നത്, സാധാരണ വരുമ്പോ എൻ്റെ അടുത്ത് വരാറുള്ളതാണല്ലോ. ഇതെന്താണെന്ന് അറിയില്ല ശാന്തി, അവള് വന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കരഞ്ഞ് നിലവിളിച്ച് വരുന്നത് കണ്ടു. ഞാൻ വിളിച്ചിട്ട് മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. ഞാൻ വിളിച്ചിട്ട് ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. ദേവ് വിളിച്ചിട്ട് ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. ഇതെന്താണെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എൻ്റെ കുഞ്ഞിന് എന്തോ മനസ്സിന് വിഷമമുണ്ടെന്ന് പറഞ്ഞപ്പം അവൾക്ക് എന്തോ വിഷമം കാണും, അല്ലാതെ അവൾ ഇങ്ങനെ ചെയ്യില്ല. ഇതുവരെ അവൾ ഇങ്ങനെ ചെയ്തിട്ടില്ല. അവളുടെ മനസ്സിലെ ഭാരവും വിഷമവും എല്ലാം അവള് ഭഗവാന്റെ മുമ്പിൽ ഇറക്കി വെക്കട്ടെ. ഏതായാലും ഇപ്പൊ അവള് വെറുതെ വിട്, കുറച്ചു നേരം അവളെ ഫ്രീ ആയിട്ട് വിട്. ഏതായാലും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ലക്ഷ്മിക്ക് അറിയാതിരിക്കാനൊക്കെ ശാന്തി പറഞ്ഞു. ആരെന്നാ പറഞ്ഞാലും സ്വന്തം അമ്മമാർക്ക് സമാധാനക്കേടല്ലേ ഇങ്ങനെയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും. അങ്ങനെ ലക്ഷ്മി പറഞ്ഞു, മോളെ ദേവു, നമുക്ക് സച്ചിനെ ഒന്ന് വിളിച്ചാലോ. അത് ശരിയാമ്മേ, നമുക്ക് സച്ചിയേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാം. എന്താ അവിടെ നടന്നത്, എന്താ സംഭവം എന്നൊന്നും അറിയില്ലല്ലോ. ഏതായാലും നമുക്ക് വിളിച്ചു നോക്കാമെന്നും പറഞ്ഞ് നേരെ സച്ചിനെ ഫോൺ വിളിക്കുകയാണ് നമ്മുടെ ദേവു. സച്ചിയാണെങ്കിൽ പാട്ടൊക്കെ പാടി ഓട്ടോ ഒക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല പാട്ടൊക്കെ പാടിയാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്താണ് ഇതാരാ വിളിക്കണമെന്നൊക്കെ പറഞ്ഞ് ഫോൺ എടുത്തപ്പോഴത്തേക്കും ദേവുവിന്റെ നമ്പർ. അങ്ങനെ ദേവു പറഞ്ഞു, അതേ സച്ചേട്ടൻ ഇവിടെ വരെ വരണം. എവിടെ വരെ വരണം, നീ ഇതെവിടെന്നാ വിളിക്കുന്നത്? സച്ചേട്ട പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ, അമ്പലത്തിലേക്ക്. എന്താ പറ്റിയത് മോളെ, എന്തെങ്കിലും പ്രശ്നം? ഹേയ്, വേറെ പ്രശ്നമൊന്നും അല്ല. ഇവിടെ ചേച്ചി വന്നിട്ടുണ്ട്. ആര്, രേവതിയോ? ചേച്ചി വന്നിട്ടുണ്ട്.
അവൾ വരുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ലായിരുന്നല്ലോ. എൻ്റെ ഏട്ടാ എനിക്ക് അറിയില്ല എന്താണെന്ന്. സച്ചേട്ട പെട്ടെന്ന് ഇവിടെ വരെ വരണം. ചേച്ചിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ചേച്ചി ഇവിടെ വന്നതും ദേ ക്ഷണപ്രദക്ഷിണം നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ വിളിച്ചിട്ട് മിണ്ടുന്നൊന്നുമില്ല. ശാന്തിമാരൊക്കെ വിളിച്ചു, എന്നിട്ടൊന്നും ഒരു പ്രതികരണവും ഇല്ല. ഇതെന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചി ആ മോളെ ശരി വെച്ചേരേന്ന് പറഞ്ഞു. പെട്ടെന്ന് സച്ചി ഓർത്തു, ഇതെന്തു പറ്റി ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാകാൻ ഒരു വഴിയുമില്ലല്ലോ. സാധാരണ അവൾ അങ്ങനെ പോകുന്നതല്ലോ പറയാതെ. ഇതെന്തായിരിക്കും പ്രശ്നം? ഏതായാലും ഓട്ടം വേറൊരാൾക്ക് വിളിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അവരെ പോയി പിക്ക് ചെയ്തുകൊണ്ട് വരണം എന്ന് പറഞ്ഞ് കൂട്ടുകാരനെ ഓട്ടം വിളിച്ചു കൊടുത്തിട്ട് നേരെ നമ്മുടെ സച്ചി അമ്പലത്തിലേക്ക് വെച്ചു പിടിക്കാം. അപ്പൊ ഇതിനിടയ്ക്ക് നമ്മുടെ രവീന്ദ്രനെ കാണിക്കുന്നുണ്ട്. അപ്പൊ രവീന്ദ്രൻ കൂട്ടുകാരൻ്റെ അടുത്തൊക്കെ പോയിരുന്ന് സംസാരിക്കുകയാണ്. അപ്പം തൻ്റെ കൂട്ടുകാരനോടാണല്ലോ എല്ലാം തുറന്ന് പറയുന്നത്. ഒരു കൂട്ടുകാരനുണ്ടല്ലോ, ബെസ്റ്റ് ഫ്രണ്ട്, നമ്മുടെ യൂണിയൻ ഓഫീസിൽ വെച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ കൂട്ടുകാരനോട് സംസാരിക്കുന്നു. കൂട്ടുകാരൻ ചോദിക്കുന്നു, എന്തായിടാ നിന്റെ പെൻഷന്റെ കാര്യങ്ങളൊക്കെ എന്തായെന്ന് ചോദിച്ചപ്പം അത് പിന്നെ പെൻഷന്റെ കാര്യങ്ങൾ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഏതായാലും വിധി ഏകദേശം വരാറായിട്ടുണ്ട്. അങ്ങേർക്ക് നല്ല സ്വാധീനം ഉള്ളത് കൊണ്ട് തന്നെ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലെന്ന് പറയുമ്പോൾ കൂട്ടുകാരൻ പറഞ്ഞാൽ അതൊന്നും സാരമില്ലെന്ന് പറഞ്ഞപ്പം അതൊന്നും വലിയ ടെൻഷനായിട്ടൊന്നും ഞാൻ കൂട്ടാക്കിയിട്ടില്ല. അതിൽ വലിയ ടെൻഷനായി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് പറ്റി? എന്താടാ പറ്റിയത്? ഒന്നും പറയാതിരിക്കുന്നതാ എൻ്റെ പൊന്നുമോനെ നല്ലത്. എന്ത് ചെയ്യാനാ, വീട്ടിൽ അതുപോലെ പ്രശ്നങ്ങൾ കുന്നുകൂടുക. നിന്റെ വീട്ടിൽ പ്രശ്നങ്ങളോ? നിന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന നിന്റെ വീട്ടിൽ ആരാ ഉള്ളത്? അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സച്ചി നിന്റെ പൊന്നാര മോനാണ്. സുധിക്ക് ജോലിയുണ്ട്, ഇപ്പൊ ശ്രീകാന്തിനും ജോലിയുണ്ട്, 2 മരുമകളുമായി അമ്മായി അമ്മയും ഉണ്ട്. ഇനി എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഇനിയിപ്പോ ഒരു മരുമകളും കൂടെ പെട്ടെന്ന് വന്നു കയറിയിട്ടുണ്ട്. 3 മരുമക്കളെ കിട്ടിയില്ലേ എന്ന് പറഞ്ഞപ്പം 3 മരുമക്കളെയൊക്കെ കിട്ടും, പക്ഷെ തമ്മിത്തല്ല അത് കണ്ട് നിൽക്കണ്ടേ എൻ്റെ പൊന്നടാ. എന്താണെന്നറിയില്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇന്നലെ വലിയ പ്രശ്നം ഉണ്ടായത്. സച്ചി നമ്മുടെ സുധിയുടെ കൈ തിരിച്ചൊടിച്ചു. സച്ചി സുധിയുടെ കൈ തിരിച്ചൊടിച്ചെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ പറയാ അയാളോട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു, ഒരു കാരണവും ഇല്ലാതെ സച്ചി അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. എനിക്കറിയാലോ സച്ചി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണം കാണും രവി എന്ന് പറഞ്ഞപ്പം കാരണങ്ങളൊക്കെ ഉണ്ട്. കാരണങ്ങൾ 100 കൂട്ടമുണ്ട്. അവൻ എന്നെക്കുറിച്ച് എന്തോ പറഞ്ഞെന്നോ അവന് അത് ഇഷ്ടപ്പെട്ടില്ലെന്നൊക്കെയാ പറഞ്ഞത്. അങ്ങനെ ഇരിക്കട്ടെ. ദേ സച്ചി രവീന്ദ്രനെ കുറിച്ച് പറഞ്ഞാ പിന്നെ കേട്ടോണ്ടിരിക്കുവോ? ദേ സച്ചിക്ക് എന്ത് ഇഷ്ടാ രവീന്ദ്രനെ, അതുപോലെ നിനക്ക് സച്ചിന് തിരിച്ചിഷ്ടല്ലേ. ഞാനൊരു കാര്യം പറയാം, നിനക്ക് 3 മക്കളുണ്ട്. ആ 3 മക്കളില് എനിക്ക് ഏറ്റവും ഇഷ്ടം സച്ചിനെ തന്നെയാ. അവനെപ്പോലെ നല്ല സ്വഭാവവും സൽഗുണവും ഉള്ള ആരെങ്കിലും ഉണ്ടോ? അവനെപ്പോലെ നീതിക്കും ന്യായത്തിനും ഒക്കെ പുറകെ പോകുന്ന ആരെങ്കിലും ഉണ്ടോ? എവിടെ അനീതി കണ്ടാലും അവൻ പ്രതികരിക്കും. അതവന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സുധിയുടെ തെറ്റ് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. അതൊക്കെ ശരിയാ. ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവരുടെ വഴക്കൊന്ന് തീർക്കണം. സഹോദരങ്ങളല്ലേ, നമ്മളൊക്കെ അങ്ങനെ അടിച്ചു പിടിച്ച് പോകുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ ഇവരിവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അമ്പലം കാണിക്കാം. അങ്ങനെ നമ്മുടെ സച്ചി അവിടെ ചെന്നപ്പോൾ ദേവും ലക്ഷ്മിയും ഓടി ചെന്നിട്ട്, എന്താ മോനെ പറ്റിയത്? എന്താ എൻ്റെ മോക്ക് പറ്റിയത്? എന്തിനാ എൻ്റെ മോളെ ഇങ്ങനെ നിങ്ങൾ വഴക്കുണ്ടാക്കുന്നത്? എൻ്റെ മോൾക്ക് എന്തിനാ സമാധാനം കൊടുക്കാതിരിക്കുന്നത്? മോനെ, അവളൊരു പാവമല്ലേന്ന് ചോദിച്ചപ്പോൾ, എന്താ അമ്മ ഈ പറയുന്നത്? ഒരിക്കലും അമ്മ ഞാൻ അങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കാൻ പോയിട്ടില്ല. അതും പ്രത്യേകിച്ച് ഇന്ന് ഞാൻ സ്നേഹത്തോടെയാണല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. ഇന്ന് അങ്ങനെ ഒരു വഴക്ക് ഇവിടെ ഉണ്ടായിട്ടില്ല. ഇല്ലില്ല, അത് ഞാനായിട്ടുണ്ടാക്കിയ വഴക്കല്ല. ഇനിയിപ്പം എങ്കിൽ പിന്നെ ഏട്ടൻ്റെ അമ്മയായിട്ടുണ്ടാക്കിയ വഴക്കായിരിക്കും. അങ്ങനെയാ എനിക്ക് തോന്നുന്നത്. അത് ശരിയാണല്ലോ അല്ലേ. ചിലപ്പം അമ്മ എന്തെങ്കിലും അവളെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതായിരിക്കും. അതിൽ നമുക്ക് ചോദിക്കാമെന്ന് പറഞ്ഞ് നേരെ അമ്പലത്തിനകത്തേക്ക് കയറി ചെല്ലുക സച്ചി രേവതിയും നമ്മുടെ ദേവും കൂടി. അമ്പലത്തിൽ ചെന്നപ്പോ ഇങ്ങനെ ഉരുണ്ടുകൊണ്ടേ ഇരിക്കുന്നു. രേവതി ഉരുളുന്നു, സച്ചി വിളിക്കുന്നു, എവിടെന്ന് രേവതി മൈൻഡ് ചെയ്യുന്നില്ല. ലാസ്റ്റ് രേവതിനെ പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചെണീപ്പിച്ച്, എന്താ രേവതി ഈ കാണിക്കുന്ന, എണീക്കാൻ പറഞ്ഞു. അങ്ങനെ രേവതിനെ പിടിച്ചെണീപ്പിച്ച് അവിടെ ഒരു നടയെ കൊണ്ടിരുത്തിയിട്ട്, എന്താ നിനക്ക് പറ്റിയത്? നിനക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ തുറന്ന് പറ. നിനക്ക് എന്താ പറ്റിയത്? എന്നോട് പറ. ഞാൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ, നമ്മൾ തമ്മിൽ രാവിലെ കുഴപ്പമൊന്നും ഇല്ലാതെയാണല്ലോ പിരിഞ്ഞത്. പിന്നെ നിനക്ക് എന്താ പ്രശ്നം? നിനക്ക് വല്ല ക്ഷീണമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ നമ്മുടെ രേവതി കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് നമ്മുടെ സച്ചിയുടെ നെഞ്ചിലേക്ക് അങ്ങോട്ട് ഇരുന്ന് അങ്ങോട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പോഴേക്കും എന്താ പറ്റിയത്? നീ പറ രേവതി എന്ന് പറഞ്ഞിട്ടൊന്നും പറയുന്നില്ല. ഒരക്ഷരം നമ്മുടെ രേവതി ഇതിനെക്കുറിച്ച് പറയുന്നില്ല ആരുടെ എടുത്തും. ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കുറച്ച് വിഷമങ്ങളുണ്ട്. അതെന്താ വിഷമങ്ങൾ, ആര് കാരണമാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നും പറയുന്നില്ല.
അങ്ങനെ ദേവു പറഞ്ഞു, എന്താ മോളെ നിനക്ക് പറ്റിയത്, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ട് ഈ അമ്മയോട് പറ, ഈ അമ്മ വേദനിക്കുന്ന ഓർത്താണോ മോൾ ഈ അമ്മയോട് പറയാത്തത്, മോളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിഷമങ്ങളും ഭാരങ്ങളും ചുമന്നുകൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ അമ്മയ്ക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടെന്ന് അറിയാമോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒന്നും നമ്മുടെ രേവതി മിണ്ടുന്നില്ല. അപ്പൊ സച്ചു പറഞ്ഞു, അമ്മ പേടിക്കൊന്നും വേണ്ട, ദേവു പേടിക്കൊന്നും വേണ്ട, ഞാൻ ഏതായാലും വീട്ടിലേക്ക് ചെല്ലട്ടെ, ഇവളോട് ഞാൻ പതുക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചോളാം, പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഓക്കെ, പേടിക്കുന്നില്ല എന്നും പറഞ്ഞ് നമ്മുടെ ലക്ഷ്മിയൊക്കെ ശരി, എന്നാൽ മോൻ്റെ ഈ വാക്കുകൾ വിശ്വസിച്ചിട്ട് ഞാനിവിടെ നിൽക്കുകയാണ്, എന്നെ വിളിക്കണം, എൻ്റെ മോക്ക് എന്താ പറ്റിയെന്ന് എന്നെ വിളിച്ച് പറയണം എന്നൊക്കെ ലക്ഷ്മി പറഞ്ഞു. അപ്പം ദേവും പറഞ്ഞു, ഏട്ടാ വിളിക്കണം കേട്ടോ, വിളിക്കാതിരിക്കരുത്, എൻ്റെ ചേച്ചിയുടെ മനസ്സിൽ എന്തോ ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട്, അല്ലാതെ എൻ്റെ ചേച്ചി ഇങ്ങനെ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ചേച്ചി ഇങ്ങനെ ഒന്നും ചെയ്യുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ചേച്ചീനെ അങ്ങോട്ടേക്ക് വിവാഹം കഴിച്ചു വിട്ടത് സച്ചേട്ടനെ വിശ്വസിച്ചല്ലേ, സച്ചേട്ടനല്ലേ എൻ്റെ ചേച്ചീനെ നോക്കണ്ടേ, അത് ഞാൻ 100% ഉറപ്പ് തരാം മോളെ, ഞാൻ രേവതിനെ കരയിക്കില്ല, ഇനി ഉറപ്പാ അവളെ ഞാൻ കരയിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് നേരെ രേവതിയായിട്ട് പോകുന്നത് വീട്ടിലേക്ക്. ഇതേ സമയമാണ് നമ്മുടെ ശ്രുതിയും വീട്ടിലുണ്ടല്ലോ. അപ്പൊ ശ്രുതിയും വീട്ടിലിരുന്ന് വെജിറ്റബിൾ സൂപ്പ് കുടിച്ചോണ്ടിരിക്കുക. നമ്മുടെ ചന്ദ്രയാണെങ്കിലും മക്കള് ജ്യൂസ് വെജിറ്റബിൾ സൂപ്പ് കുടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സൂപ്പൊക്കെ കൊണ്ടു കൊടുത്തു. അങ്ങനെ നമ്മുടെ ശ്രുതി കുറച്ച് കുടിച്ചിട്ട് ശ്രുതിനെ ഇങ്ങനെ കുടിപ്പിച്ചിട്ട് പറഞ്ഞു, എങ്ങനെയുണ്ട്, സൂപ്പറാണോ, നല്ല ടേസ്റ്റ് ഉണ്ടോ, നല്ല എമ്മി അല്ലേ എന്ന് ചോദിച്ചപ്പം എമ്മി അല്ല, നല്ല സ്വീറ്റ്സ് ആന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, സ്വീറ്റോ, അതെങ്ങനെയാ, ഇത് നല്ല എമ്മി അല്ലേ, അത് വേറൊന്നും അല്ല മോളെ ശ്രുതി, ഇത് നീ കുടിച്ചതല്ലേ, നീയേ ഒരു സ്വീറ്റ്സ് അല്ലേ, അപ്പൊ പിന്നെ ഇതെങ്ങനെയാ സ്വീറ്റ് ആകാതിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച ചെറിയ റൊമാൻസിലൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, ശ്രുതി ഒന്ന് ചുമ്മാ, ഇതെന്താ ഇത് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ സത്യമല്ലേ പറഞ്ഞത്, നീ കുടിച്ചു കഴിഞ്ഞപ്പോൾ നിന്റെ മധുരം ഇങ്ങോട്ടേക്ക് വന്നു, അപ്പൊ എനിക്കിത് മധുരമായിട്ടാ തോന്നുന്നതെന്നൊക്കെ പറഞ്ഞു. ഏതായാലും ശ്രുതി, ഇത് രേവതി ഉണ്ടാക്കുന്ന അത്രയും സെറ്റപ്പ് ആയിട്ടില്ല, രേവതി നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുമല്ലോ എന്ന് പറഞ്ഞപ്പം പിന്നെ രേവതി എന്ത് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും, എന്താ എൻ്റെ അമ്മ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കില്ലേ, അല്ല അമ്മ ഫുഡ് ഉണ്ടാക്കും എങ്കിലും രേവതി ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ പ്രത്യേകം ഒരു ടേസ്റ്റ് അല്ലേ, അങ്ങനെയുണ്ടോ, എനിക്ക് അങ്ങനെ തോന്നുന്നൊന്നുമില്ല, ഇപ്പം നമുക്ക് ടേസ്റ്റിന് ഫുഡ് ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ സെർവൻറ്റിനെ വെച്ചാലും പറ്റൂലോ, അതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല, അത് കൈപ്പുണ്യോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല, ഈ കാലത്ത് പെൺകുട്ടികൾക്ക് വേണ്ട ഒരു ഗുണങ്ങളൊന്നും അല്ല അത്, വേറെ എത്ര ഗുണങ്ങൾ കിടക്കുന്നു, ഇപ്പം ഒരു ഹോം നേഴ്സ് അല്ലെങ്കിൽ ഒരു വേലക്കാരി ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകാമെന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും രേവതിനെ കുറിച്ച് പറഞ്ഞ് നമ്മുടെ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ശ്രുതി പറഞ്ഞു, അതെ ശ്രുതി, നമ്മൾ ഇങ്ങനെയൊന്നും പോയാൽ പോരാട്ടോ, അമ്മയുടെ പലിശ, നമ്മുടെ പ്രമാണം ഇതെല്ലാം എടുക്കണ്ടേ, ആ പലിശ അടയ്ക്കണമെങ്കിലും പ്രമാണം എടുക്കണമെങ്കിലൊക്കെ നല്ല ജോലി ചെയ്യണം, ജോലി ചെയ്ത് പൈസ ഇല്ലാതെ നമുക്കൊന്നും എടുക്കാനൊന്നും പറ്റില്ല, അമ്മേനെ ബുദ്ധിമുട്ടിക്കുന്നതിന് ഒരു പരിധി ഇല്ലെന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് ശരിയാക്കാം ശ്രുതി, അതൊക്കെ നമ്മൾ എടുക്കൂലേ, ഇപ്പൊ എനിക്ക് ജോലി ഉണ്ടല്ലോ, പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത്, ജോലിയൊക്കെ ഉണ്ട് എങ്കിലും ഈ രീതിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ പോയാൽ ഒരു കുഴപ്പമില്ല, നമ്മള് അതെടുത്തിരിക്കും, ശ്രുതി എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എവിടെ നിന്ന് നമ്മുടെ ശ്രുതി വല്ലതും പോയി ആ ഒരു ഇതെടുക്കുവോ, അതെടുക്കാനുള്ള ആ ഒരു ശേഷി നമ്മുടെ ശ്രുതിക്കുണ്ടോ? ശ്രുതി 10 ലക്ഷം 15 ലക്ഷം രൂപ കൊടുത്ത പ്രമാണം എടുക്കും, ഒരിക്കലും ശ്രുതിയും ഒന്നും പ്രമാണം എടുക്കാൻ പോകുന്നുമില്ല. അപ്പൊ ആ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സച്ചി അകത്തേക്ക് കയറി വരികയാണ്. അപ്പം രേവതിയെയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നു. നന്നായിട്ട് രേവതി വിറയ്ക്കുന്നുണ്ട്, രേവതിക്ക് നല്ല പനിയുമുണ്ട്. അകത്തേക്ക് കയറി വന്നപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര അവിടെ ഉണ്ട് കേട്ടോ, ചന്ദ്ര അവിടെ ഉണ്ട്, ശ്രുതിയൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ ചന്ദ്ര ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി വന്ന് ചോദിച്ചു, അല്ല സച്ചിയല്ല, ആദ്യം തന്നെ ശ്രുതി ചോദിച്ചു, ഇതെന്ത് പറ്റി രേവതി മുഴുവനും നനഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ലെങ്കിലും ശരിയാണോ, ഇവളെന്താ ഇവിടെ കുളിക്കാൻ പറ്റത്തില്ല എന്നിട്ട് വല്ല റോട്ടിൽ പോയിലും നിന്ന് വല്ല കുളിക്കുമായിരുന്നു, ഇത് എന്താ പറ്റിയത്, ഇവർക്ക് എന്താ പ്രശ്നം, ഓരോരോ സ്വഭാവം കണ്ടില്ലേ, ഓരോരോ കൂത്ത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു. രേവതി പോയി രേവതി അവിടെ നിർത്തിയിട്ടു കുറച്ചു നേരം നിർത്തിയിട്ട് ചന്ദ്രനെ സച്ചി ചോദ്യം ചെയ്തു, നിങ്ങൾ എന്താ ഇവളോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാതെ ഇവൾ ഇങ്ങനെയൊന്നും നിൽക്കില്ലെന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നുണ്ട്, പിന്നെ നിന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും പറ്റി എൻ്റെ മുതുകത്ത് കൊണ്ടിട, നിന്റെ ഭാര്യ ചെയ്യുന്ന തോത്തിവാസം മുഴുവൻ എൻ്റെ മുതുകത്ത് കൊണ്ടിട, ഞാൻ ഇവിടെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് നിന്ന നിപ്പിൽ അങ്ങോട്ട് തർക്കിക്കുക. അപ്പൊ രേവതിനെ നമ്മുടെ സച്ചി റൂമിൽ കൊണ്ടാക്കിട്ടോ. വന്നിട്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് നല്ലത് കൊടുത്തു, കാരണം ചന്ദ്ര എന്തോ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മുടെ സച്ചിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഏതായാലും പക്ഷെ അവിടെ ആ ഒരു എന്താ കാര്യം പറഞ്ഞത് ഒന്നൊന്നും ഇതുവരെ നമ്മുടെ രേവതി പറഞ്ഞിട്ടുമില്ല, ചന്ദ്രയും പറയുന്നില്ല. ഏതായാലും സച്ചി നമ്മുടെ രേവതിയുടെ വീട്ടിലാക്കിയിട്ട് ഓട്ടത്തിന് പോയി. ഏതായാലും ഇനിയിപ്പം നമ്മുടെ രേവതിനെ പെടുത്തുന്ന പാടെന്ന് പറഞ്ഞ ഒരു 1.5 പാടാണ് ചന്ദ്ര
പക്ഷേ ആ പാടുപെടുത്ത് നമ്മുടെ രേവതിക്ക് ഒരു നല്ല ജീവിതത്തിലേക്ക്, നല്ലൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കാനുള്ള വഴിത്തിരിവ് തന്നെയായി തീരുകയാണ്. രേവതിയുടെയും സച്ചിയുടെയും ആദ്യരാത്രിയിലേക്കുള്ള തുടക്കം തന്നെ ആവുകയാണ്. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ? അപ്പൊ എല്ലാവരും കാത്തിരിക്കണേ. ജനറൽ പ്രമോ വരാനുണ്ട്. വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും നല്ല നിമിഷങ്ങൾ മാത്രമാണ് അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും ഒരു പുതുവത്സര ആശംസകളൊക്കെ നേരുന്നു. പുതുവർഷമാണ്, ചിങ്ങം 1 എല്ലാവർക്കും സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും പുതുവത്സര ആശംസകൾ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു തുടക്കമാകട്ടെ. ഈ ഒരു വർഷം നല്ലൊരു തുടക്കത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാകട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വിശേഷമായിട്ട് കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടർക്കും ടാറ്റാ, ബൈ ബൈ.